ഇന്ന് ആമേൻ ഈ മോർണിംഗ് ഡിവോഷനായി നമുക്ക് 66-ാം സങ്കീർത്തനം അതിനകത്തെ 6-ാം വാക്യം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. Psalm 66 വേർഡ്സ് 5 and 6. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവിൻ, അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി, അവിടെ നാം അവനിൽ സന്തോഷിച്ചു. എല്ലാവരും എന്നോട് ചേർന്നൊന്ന് പറഞ്ഞാട്ടെ, നാം അവനിൽ സന്തോഷിച്ചു. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. എവിടെ എവിടെ? ഒരു വഴിയും മുൻപോട്ട് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാൻ, മാസത്തിലെ നമ്മളുടെ വാക്യം സ്റ്റെപ്പ് ഫോർവേഡ് എന്നുള്ളതാണല്ലോ. ഈ ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു പുറപ്പാടിന് വേണ്ടി ഒരുങ്ങുന്നവർ, ഒരുങ്ങിയവർ, അവരുടെ ജീവിതത്തിലെല്ലാം അസ്തമിച്ചു എന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തി. മുൻപോട്ട് ഒരു ചുവട് വെക്കുവാൻ കഴിയത്തില്ല. ഒരു ഫോർവേഡ്, ഒരു സ്റ്റെപ്പ് ഫോർവേഡ് അവരുടെ മുമ്പിൽ ഇനി ഇല്ല. എല്ലാം അടഞ്ഞു, വഴി അടഞ്ഞു, എല്ലാം അവസാനിച്ചു. സകലത്തിനും ഫുൾ സ്റ്റോപ്പ് എന്ന അവസ്ഥയിൽ അവരെത്തി നിൽക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുകയാണ്. എല്ലാം അസ്തമിച്ചു. There is no more step forward എന്ന് അവർ ചിന്തിക്കുമ്പോൾ ഇനിയും അവർക്ക് ഫോർവേഡ് വെക്കാൻ ഒരു ചുവട് പോലും ഫോർവേഡ് വെക്കാനില്ല. അവർക്ക് വേണമെങ്കിൽ ഇനിയും ബാക്ക്വേർഡ് ചെയ്യാം, പുറകോട്ട് വേണേ പോകാം. പക്ഷെ പുറകോട്ടും അധികം ദൂരമില്ല. വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ തൻ്റെ ജനം നിൽക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുക: വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവിൻ, അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. എന്നിട്ട് അടുത്തത് പറയുകയാണ്: അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. ഇന്ന് പ്രഭാതത്തിൽ ഈ മോർണിംഗ് ഡിവോഷനിൽ ജോയിൻ ആയിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ഒരു ദൂത് പറയട്ടെ. ചില ഉണങ്ങിയ നിലങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങൾക്ക് കാലടി വെക്കേണ്ടതിന് മുൻപോട്ട് where it seems there is no way, എവിടെ ഒരു വഴിയില്ല, എവിടെ ഇനി ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ, അവിടെ അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. നിങ്ങളുടെ ജോലിയാകട്ടെ, നിങ്ങളുടെ ഭാവിയാകട്ടെ, നിങ്ങളുടെ ആത്മീക മേഖലയാകട്ടെ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, ഒരു ഉണങ്ങിയ നിലം കാലടി വെക്കാൻ, സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാൻ ഇനി ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഇടത്ത് he is going to make some new ways or try land. മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവൃത്തിയിൽ അവൻ ഭയങ്കരൻ. അവൻ എന്തു ചെയ്തു? അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി. മുൻപോട്ട് പോകാൻ അവൻ ഒരു പാതയെ അവർക്ക് വെട്ടി തുറന്നു കൊടുത്തു, അവൻ ഒരുക്കി കൊടുത്തു. ഇന്ന് എൻ്റെ മുമ്പിലെല്ലാം അടഞ്ഞു എന്ന് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഈ ഫെബ്രുവരി മാസം നിങ്ങളുടെ മുൻപിൽ അവൻ ചിലതിനെ വെട്ടി തുറക്കാൻ പോവുകയാണ്. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, കാൽനടയായി അവർ സമുദ്രം, നദി കടന്നുപോയി. അടുത്ത വാക്യം ഇങ്ങനെയാ: അവിടെ നാം അവനിൽ സന്തോഷിച്ചു. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ദൂത്. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. നാം നമ്മളെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കുമാറ്, നാം നമ്മുടെ രക്ഷകനെ ഉയർത്തുമാറ്, സന്തോഷിക്കുമാറ്, നാം അവനിൽ ആനന്ദിക്കുമാറ്, അവന്റെ നാമത്തെ ഉയർത്തുമാറ് ചില പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു, ഈ ആഴ്ചയിൽ ചെയ്യാൻ പോകുന്നു. അവിടെ നാം അവനിൽ സന്തോഷിച്ച്. ആരിൽ സന്തോഷിച്ചു? എവിടെ? ആമേൻ, സ്തോത്രം. ആരിൽ, എവിടെ, എപ്പോൾ
അപ്പോൾ സന്തോഷിച്ചു. ഒരു വഴിയുമില്ല എന്ന് ആമേൻ സകലവും തങ്ങളുടെ മുൻപിൽ അടഞ്ഞു എന്ന് ചിന്തിച്ചു നിൽക്കുന്ന ആമേൻ സ്തോത്രം തൻ്റെ ജനം, ഇസ്രായേൽ ജനം, ആമേൻ ഇനി ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ഇല്ല എന്ന് പറഞ്ഞ് ചെങ്കടലിന്റെ മുൻപിൽ അവർ നിൽക്കുമ്പോൾ ആമേൻ അവിടെ അവരെ ഉണ്ടാക്കിയവനിൽ, അവരെ വിളിച്ചവനിൽ സന്തോഷിക്കുമാറ് ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് ടുഡേ ആമേൻ our God is going to do something great, something new things for you. You are going to rejoice in your Lord. അവർ അവിടെ അവനിൽ സന്തോഷിച്ചു എന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിൽ, നിങ്ങൾ നിങ്ങളുടെ കർത്താവിൽ സന്തോഷിക്കുവാൻ കാരണമുണ്ടാകുമാറ്, ആമേൻ സാക്ഷ്യം പറയുവാൻ കാരണമുണ്ടാകുമാറ് കർത്താവ് ചില കാര്യങ്ങൾ ആമേൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 149 സങ്കീർത്തനം 149 വേഴ്സ് 2 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. അടുത്തത്, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. നോക്ക്, ഇവിടെ പറയുകയാണ് ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവരിൽ സന്തോഷിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തിൽ നമ്മളെ ഉണ്ടാക്കിയവരിൽ സന്തോഷിക്കാൻ ആമേൻ ഒരു അവസരം, സന്തോഷിക്കാൻ ആമേൻ സ്തോത്രം ഒരു അനുഭവം തരുമാറ്, സന്തോഷിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. ആമേൻ സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുമാറ് അവർ നൃത്തം ചെയ്തുകൊണ്ട് തപ്പോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യുമാറ് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അവിടെ അവർ അവനിൽ സന്തോഷിച്ചു. ഓ ആമേൻ സ്തോത്രം. ആമേൻ എൻ്റെ പ്രിയ സഹോദര, സഹോദരി, പ്രിയ മാതാവേ, ആമേൻ പ്രിയ പിതാവേ, ആമേൻ സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ കർത്താവിൽ സന്തോഷിക്കുവാൻ ആമേൻ കാരണമുണ്ടാകുമാറ് ചില കാരണങ്ങളെ എൻ്റെ ദൈവം, ചില അത്ഭുതങ്ങളെ എൻ്റെ ദൈവം ആമേൻ ഈ ആഴ്ചവട്ടം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. അതേ, സങ്കീർത്തനക്കാരൻ വീണ്ടും ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്, നിന്നിൽ സന്തോഷിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? Come on. ആമേൻ. നമ്മുടെ ദൈവം നമ്മളെ അവനിൽ സന്തോഷിക്കുമാറ് നമ്മളെ വീണ്ടും ജീവിപ്പിക്കാൻ നമുക്ക് വേണ്ടി ചില കാരണങ്ങൾ അവരിൽ സന്തോഷിക്കേണ്ടതിന്, ചില അത്ഭുതങ്ങൾ, ചില കാരണങ്ങൾ, ചില പ്ലാറ്റ്ഫോമുകൾ അവൻ ഒരുക്കി തരാൻ പോകുന്നു. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അവിടെ നാം അവനിൽ സന്തോഷിച്ചു. എവിടെ, എപ്പോൾ, ആരിൽ സന്തോഷിച്ചു? ഒരു സാഹചര്യവും അനുകൂലമല്ലാതിരിക്കുമ്പോൾ, ഒരു വഴിയും മുൻപോട്ട് ചുവടുവെക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ, ഒരു സ്റ്റെപ്പ് ഫോർവേഡും ഇല്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന, ഓ യേശുവിന്റെ നാമത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, സ്റ്റക്കായി നിൽക്കുക. ആമേൻ. ഒരു ചുവട് മുമ്പോട്ട് വെക്കാനില്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന ചിലർ, അവർ അവിടെ അവനിൽ സന്തോഷിച്ചു. ആര്, എവിടെ, എപ്പോൾ, ആരിൽ സന്തോഷിച്ചു? ഇസ്രായേൽ മക്കൾ ഒരു വഴിയുമില്ല എന്ന് എല്ലാം സ്റ്റക്കായി ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ ദൈവം അവർക്ക് വേണ്ടി സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ കാൽനടയായി കടന്നുപോയി. അവിടെ അവർ അവനിൽ സന്തോഷിച്ചു. അതെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ സന്തോഷിക്കുമാറ്, ഇസ്രായേൽ തന്നിൽ ഉണ്ടാക്കിയവനിൽ, നമ്മെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കുമാറ്, തപ്പോട് നൃത്തത്തോടു കൂടെ അവന്റെ സാക്ഷ്യങ്ങളെ പറയുമാറ്. ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ കൂടാരങ്ങളിൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു. യു ആർ ഗോയിങ് ടു ബി സ്റ്റെപ്പ് ഫോർവേഡ്. നിങ്ങൾ മുൻപോട്ട് ചുവടുവെക്കാൻ പോവുകയാണ്. ആമേൻ. കണ്ണുകളടച്ചാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, മനുഷ്യപുത്രന്മാരോടുള്ള നിന്റെ പ്രവൃത്തിയിൽ നീ ഭയങ്കരനാണ്. വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവിൻ എന്ന അങ്ങയുടെ വചനത്തിനാൽ സ്തോത്രം. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരമെന്ന് അതിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തി
ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ലോർഡ്, ഇന്ന് അങ്ങയുടെ ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഏതൊക്കെയോ വഴി യാത്രകളിൽ, ഈ ചൂടേറിയ മരുഭൂയാത്രയിൽ സന്തോഷിപ്പാൻ കഴിയാതെ വണ്ണം ചില പ്രതികൂലങ്ങളുടെ, പ്രതിസന്ധികളുടെ നടുവിലായിരിക്കുന്നപ്പാ. എന്നാൽ ഞങ്ങൾ അങ്ങിൽ സന്തോഷിക്കുവാൻ ചില കാരണങ്ങളെ, ചില അത്ഭുതങ്ങളെ, ചില വിടുതലുകളെ, ചില സൊല്യൂഷനുകളെ അങ്ങ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇസ്രായേൽ മക്കൾ അവിടെ അവനിൽ സന്തോഷിച്ചതുപോലെ ഈ മരുഭൂയാത്രയിൽ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ ഉതകുമാറ്, കാരണം വരുമാറ്, സാക്ഷ്യം പറയുവാൻ ഇടയാകുമാറ്, ഞങ്ങളിൽ ഉണ്ടാക്കിയവരിൽ സന്തോഷിക്കുവാൻ ഇടയാകുമാറ് ഞങ്ങളുടെ ശത്രുക്കൾ മധ്യേ ചില മേശകൾ ഞങ്ങൾക്കൊരുക്കി, ചില ദൈവ പ്രവർത്തികൾ, നന്മയുടെ ചില അടയാളങ്ങൾ ഞങ്ങൾക്ക് തന്ന് എൻ്റെ കർത്താവ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനാൽ സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി കർത്താവേ. ഇന്നത്തെ അവരുടെ വഴിയാത്രകൾ, ഇന്നത്തെ അവരുടെ കരങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം സാധ്യമാകട്ടെ. ഇന്ന് ഞങ്ങൾ കാണാൻ അങ്ങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഏതൊക്കെ വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്യണം, ഏതൊക്കെ ഭവനങ്ങൾ, ഏതൊക്കെ ഇടങ്ങൾ സന്ദർശിക്കണം കർത്താവ്, അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ മഹത്വം വ്യാപരിപ്പാൻ അവിടെ അവരിൽ സന്തോഷിച്ചു. ഇന്ന് കർത്താവ് അത് ഞങ്ങൾക്ക് ചെയ്തു തരുന്നതിനാൽ നന്ദി. ഈ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ വചനത്തിന് ഞങ്ങൾ ആമേൻ പറയുന്നു. ഇന്ന് ഞങ്ങൾ അങ്ങിൽ സന്തോഷിക്കുവാനായി കർത്താവേ ചില കാരണങ്ങൾ, പ്ലാറ്റ്ഫോമുകൾ, അത്ഭുതങ്ങൾ, സാക്ഷ്യങ്ങൾ, സ്റ്റക്കായി കിടന്ന ഇടങ്ങളിൽ ചില പുതുവഴികൾ, ചില പ്രാർത്ഥനയുടെ മറുപടികളായി തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനാൽ സ്തോത്രം കർത്താവ്. അത് ചെയ്തതിനാൽ നന്ദി. ചില ഉണങ്ങിയ നിലങ്ങൾ ഞങ്ങൾക്ക് ഓപ്പണാക്കി തരികയാൽ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യും. നിന്റെ ജനത്തെ ബ്ലസ് ചെയ്യും. ഉയർന്നു നിന്ന പ്രതിസന്ധികൾ, ഉയർന്നു നിന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ ചില ഉണങ്ങിയ നിലം മുക്കിക്കളയുമെന്ന് പറഞ്ഞ, മുമ്പോട്ട് ഇനി വിടത്തില്ലെന്ന് പറഞ്ഞ മേഖലയ്ക്കകത്ത് ഉണങ്ങിയ നിലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നു. അവിടെ നാം അവനിൽ സന്തോഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് എന്ന ദിനത്തിൽ നാം അവനിൽ സന്തോഷിക്കുമാറ് ചില കാരണങ്ങളെ, ചില നന്മകളെ, ചില മറുപടികളെ എൻ്റെ ദൈവം നിങ്ങൾക്ക് തരാൻ പോവുക. അപ്പോൾ അവർ ആ മറുപടി കണ്ട് സന്തോഷിച്ച് അവർ മറുകരയിലേക്ക് എത്തിയപ്പോൾ അവൾ മിരിയാം കയ്യിൽ തപ്പെടുത്തു. അവർ ഉച്ചത്തിൽ അവനെ ആരാധിച്ചു. ഇസ്രായേൽ തന്നിൽ ഉണ്ടാക്കിയവരിൽ സന്തോഷിച്ചു. സിയോന്റെ മക്കൾ അവരിൽ ആരംഭിക്കുമാറ് ദൈവം വൻ കാര്യങ്ങൾ അവരിൽ ചെയ്തു. അവിടെ നാം അവരിൽ സന്തോഷിച്ചു എന്ന് പറയുമാർ അവിടെ നാം 2026 ഫെബ്രുവരി മാസം 17 അവിടെ നാം അവനിൽ സന്തോഷിച്ചു എന്ന് പറയുമാർ നിങ്ങളുടെ ഡയറികളിൽ നോട്ട് ചെയ്തിടുമാറ് ചില മറക്കാനാവാത്ത സാക്ഷ്യങ്ങളായി ഈ ദിവസങ്ങൾ മാറാൻ പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you all. Bye.